നമുക്ക് അബിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളാണ്. അങ്ങനെ അവസാനം അളകാപുരി വീട്ടിലേക്ക് അമ്മയുടെ കൈയും പിടിച്ച് ജാനകി വരുവാണ്. അപ്പൊ നമ്മളെല്ലാരും ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. കുറെ കാലങ്ങളായിട്ട് അവസാനം അപർണയ്ക്കിട്ടും തമ്പിക്കിട്ടും പണി കൊടുക്കാനായിട്ട് അങ്ങനെ ജാനകി അമ്മയുടെ കൈയും പിടിച്ച അളകാപുരി വീട്ടിലേക്ക് വരണം എന്നുള്ള അങ്ങനെ ആ ജാനകിയുടെ ആഗ്രഹം സാധിക്കുകയാണ്. ഇനിയിപ്പോ ഓരോ ദിവസം ചെല്ലുന്തോറും തമ്പിക്കിട്ട് നല്ല 16ന്റെ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം സേനം മരിച്ചു കഴിഞ്ഞപ്പോ അബിയുടെ തലയിൽ ആ കുറ്റം കെട്ടിവെക്കാനായിട്ടൊക്കെ ഇന്ദ്രജ നോക്കുന്നുണ്ട്. പക്ഷെ അബിക്ക് മനസ്സിലായി ഇതിന്റെ പിന്നില് ഇന്ദ്രജ നകുലിനുവാന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അബിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. പിന്നെ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അമലും സക്കീർ വക്കീലും ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം അവര് സേനനെ പോയി അടിച്ചൊതുക്കിയായിരുന്നു. അതിനുശേഷമാണ് മരണം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ അവരെ പിന്തുടർന്ന് ആരെങ്കിലും പോയിട്ടാണോ ഇത് ചെയ്തേ? അമലിന്റെ സക്കീർ വക്കീലിനെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാനായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേങ്കില് അബിക്ക് എന്താണോ ആശ്വാസമായിരുന്നു. അവനിട്ട് കിട്ടാനുള്ള പണി കിട്ടിയല്ലോ, ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു എന്ന് അബി ചിന്തിച്ചേ. അങ്ങനെ കുറച്ചു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. ജാനകി ഏകദേശം ഒന്ന് റിക്കവർ ആയിട്ട് വരുവാണ്. വലിയ കുഴപ്പമില്ലാതെ നടക്കാനൊക്കെ തുടങ്ങി. ആ സമയമെല്ലാം രാധാമണി അരികിൽ തന്നെ ഇന്ന് ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. രാധാമണി അടുത്തുള്ളതുകൊണ്ട് ജാനകിക്ക് എളുപ്പമുണ്ട്. പിന്നെ വീട്ടിലെ പൊന്നുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പ്രഭാവതി അമ്മ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിലും ജാനകിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ജാനകി അമ്മയെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഏതാ എങ്ങനെയാന്ന് അളകാപുരി വീടിനെ കുറിച്ചും പിന്നീട് ഇതിനു മുമ്പ് നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ. കാരണം പഴയ ഓർമ്മകൾ പകുതിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഓർമ്മകളൊക്കെ തിരികെ കൊണ്ടുവരണമല്ലോ. അതിന് വേണ്ടിയിട്ട് രാധാമണിക്ക് ഏകദേശം രൂപമൊക്കെ കിട്ടി. പിന്നീട് മേരിക്കുട്ടിയമ്മ കാണാനായിട്ട് വരുന്നുണ്ട്. സക്കീർ വക്കീലാണ് പോയി കൂട്ടിക്കൊണ്ട് വരുന്നത്. മേരിക്കുട്ടിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി രാധാമണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ. മേരിക്കുട്ടിയമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രാധാമണി എത്രയും പെട്ടെന്ന് തന്നെ സംസാരിക്കണം, ഓർമ്മശക്തി വീണ്ടും കിട്ടണം എന്നുള്ളത്. അങ്ങനെ മേരിക്കുട്ടിയമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു അവ്യക്തമായ രൂപം രാധാമണിയുടെ മനസ്സിലേക്ക് വന്നു. പിന്നീട് രാധാമണിയോട് മേരിക്കുട്ടിയമ്മ പഴയകാല കഥകളൊക്കെ പറയുന്നുണ്ട്. താനൊപ്പം ഉണ്ടായിരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും രാധാമണി ഒരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് കേട്ടിരുന്നത്. അങ്ങനെ അറിയാവുന്നതും അറിയാത്തതായ കാര്യങ്ങളെല്ലാം രാധാമണിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ടാണ് മേരിക്കുട്ടിയമ്മ പോകുന്നത്. അപ്പോഴേക്കും ഏകദേശം ഒരു രൂപം രാധാമണിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജാനകിക്ക് ധൈര്യമായി. ഇനിയിപ്പം കോടതിയിൽ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയാലും അമ്മ ശക്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞോളും. തമ്പിക്കെതിരായിട്ട് ഒരു കാരണവശാലും അയാൾ രക്ഷപ്പെടാൻ പാടില്ല എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇനിയിപ്പം ജാനകി ഡിസ്ചാർജ് ചെയ്യാന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോവാണ്. പിന്നീട് ജാനകി പറഞ്ഞു, അതെ ഇനിയിപ്പം ഇവിടെ കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ജാനകിക്ക് എങ്ങനെയാണെങ്കിലും വീട്ടിലേക്കൊന്ന് പോയാൽ മാത്രം മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ ചെല്ലുവാണെങ്കിൽ സമാധാനം ഉണ്ടല്ലോ. പിന്നീട് ഡോക്ടർ പറഞ്ഞു ഇനി വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. ഇടയ്ക്ക് ചെക്കപ്പിനും കാര്യങ്ങൾക്കുമായിട്ട് വന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ രാധാമണിയെ കൂട്ടിക്കൊണ്ടാണ് പോകാൻ തീരുമാനിച്ചിരുന്നത്. ജാനകിക്ക് ടെൻഷനുണ്ട്. ഒരു പക്ഷേ അമ്മയെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതെ ഇരിക്കില്ല, അടങ്ങിയിരിക്കില്ല. പക്ഷേങ്കില് അബി അമലൊക്കെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ധൈര്യമായിട്ടിരുന്നു, ഒന്നും സംഭവിക്കില്ല, കാരണം ഞങ്ങളൊക്കെ അല്ലേ ഉള്ളത്, ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല ജാനകിയെ നോക്കാനായിട്ട് രാധാമണിക്ക് പറ്റുകയും ചെയ്യുമല്ലോ. അങ്ങനെ അവസാനം ഡിസ്ചാർജ് ചെയ്ത് അവര് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അവര് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് രാധാമണി ജാനകിയുടെ കൈ പിടിച്ചാണ് പുറത്തിറക്കുന്നത്. പിന്നീട് അമ്മയുടെ കൈ പിടിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് അപർണ അങ്ങോട്ടേക്ക് വരുന്നത്. അപർണ രാധാമണിയെ അടിമുടിയൊന്ന് നോക്കി. പിന്നീട് ഇത് ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, അതെ ജാനകിനെ നോക്കാനായിട്ടുള്ളതെന്ന് പറയണം. ഹോ, നോക്കാനായിട്ടുള്ളതാണോ? അതെ, എന്താണെങ്കിലും ഇവരൊന്നും ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണം. താമസിപ്പിക്കാൻ പറ്റില്ലെന്നോ? അത് നീ പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു, അതെന്താ ഇവരെന്തായതൊന്നും എനിക്കറിയത്തില്ല, അതിന് നീ അറിയേണ്ട കാര്യമൊന്നുമില്ല, ഞാനല്ലേ കൂട്ടിക്കൊണ്ട് വന്നേ എന്ന് ജാനകി പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് കട്ടക്കലിപ്പായിപ്പോയി. എന്ത് ചെയ്യണം നടത്തില്ല. പിന്നീട് രാധാമണിയുടെ കൈ പിടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അപർണയ്ക്ക് നല്ലൊരു അടിയായിപ്പോയി. പിന്നീട് അപർണ തമ്പിയെ വിളിക്കുവാണ്. തമ്പിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുക. തമ്പിക്ക് മനസ്സിലായി അത് രാധാമണിയാന്നുള്ള കാര്യം. പിന്നീട് തമ്പി പറഞ്ഞു, മോളെ അത് രാധാമണിയാന്ന് പറയണേ. രാധാമണിയാ? അതെ,
അതവരാന്ന് പറയാണ്. ഓഹോ, അപ്പൊ ഈ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവത്തില്ലല്ലോ. കാരണം തന്റെ അച്ഛനെ കൊടുക്കാനായിട്ട് ജാനകിയോടൊപ്പം വന്നിരിക്കുന്ന എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അത് മാത്രല്ല, തമ്പിയുടെ ഫ്യൂസ് പോയി. തമ്പിക്ക് മനസ്സിലായി രാധാമണിക്ക് സംസാരശേഷിയും തിരികെ കിട്ടിയിട്ടുണ്ട്. ഇനി അപകടമാണ്. രാധാമണി ആ വീട്ടിലുള്ളത് തന്നെ. ഒരുപക്ഷെ ഏത് നിമിഷം എന്ത് വേണമല്ലോ സംഭവിക്കാം. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി. വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി തമ്പി. പിന്നീട് ജാനകി അമ്മയും കൊണ്ട് അകത്തേക്ക് പോയിട്ട് വീടെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാധാമണിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു തൻ്റെ മോളുടെ വീട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. അതിനുശേഷം ജാനകിയെ മുറിയിലേക്ക് കൊണ്ടുപോകണം രാധാമണി. അതിനുശേഷം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജു അങ്ങോട്ടേക്ക് വന്നു. മഞ്ജുവിനെ പരിചയപ്പെടുത്തുകയാണ്. ജോലിക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധാമണിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അമ്മയാന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നീട് പ്രഭാവതി അമ്മ വന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം അവരൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജാനകി രാധാമണിയോട് പറഞ്ഞു, അമ്മേ തൽക്കാലത്തേക്ക് എന്താണെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും ഇവിടെ ആരും അറിയണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രാധാമണി പറഞ്ഞു, അതെന്തായാലും ഞാൻ പറയില്ല മോളെ എന്ന് പറയണം. അയാള് കുറച്ചാളും കൂടെ ഇങ്ങനെ കഴിയട്ടെ, എന്താണെങ്കിലും അയാളെ അകത്താക്കിയിട്ട് മതി പുറത്താരെങ്കിലും അറിയണേ. അത് മാത്രമല്ല, ഒരു കാരണവശാലും ഇപ്പം ഞാൻ അയാളുടെ മോളാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. അപർണയ്ക്കൊക്കെ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അത്. സാവകാശം മതി. അയാളെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടിട്ട് വേണം. അല്ലെങ്കിലും അയാളുടെ മോളാന്നറിയപ്പെടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അപർണ പറയാണ്. പിന്നീട് അപർണയല്ല, ജാനകി പറയാണ്. പിന്നീട് അപർണ തമ്പിയെ കാണാനായിട്ട് ചെല്ലുവാണ്. തമ്പിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തമ്പി പറഞ്ഞു, മോളെ സൂക്ഷിക്കണം, അവള് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അപർണ പറഞ്ഞു, അച്ഛൻ പേടിക്കണ്ട, അച്ഛൻ എന്തിനാ ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കും. പക്ഷെ ടെൻഷന്റെ കാര്യം എന്താന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ. കാരണം എങ്ങാനും രാധാമണി കോടതി പോയി വാ തുറന്നിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യം ഗോവിന്ദ, താൻ ജയിലിലേക്ക് പോകുന്നുള്ള കാര്യം ഉറപ്പായി. എന്തേലും ഒരു പ്രതിവിധി കണ്ടേ മതിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ രാധാമണി അവിടുന്ന് തുരത്തുക മാത്രമല്ല, അവളെ തീർക്കുകയും ചെയ്യണം. പിന്നീട് അപർണയോട് പറഞ്ഞു, മോളെ ഇപ്പം നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. ഇതേ ശത്രുവാണ് വീട്ടിലേക്ക് വന്ന് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ചെയ്യാവുന്നതൊക്കെ നീ മാക്സിമം ചെയ്തോളാൻ പറയാണ്. ഒരു കാരണവശാലും അവരവിടെ വീട്ടിൽ നിൽക്കാനായിട്ട് പാടില്ല, അറിയാലോ. പിന്നെ എൻ്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരിക്കും എന്ന് പറയണം. പക്ഷെ തമ്പി എന്താണേലും വെറുതെ ഇരിക്കില്ലെന്നുള്ള കാര്യം അബിക്കാണെങ്കിലും ബാക്കി എല്ലാവർക്കും അറിയാം, അമലിനൊക്കെ അറിയാം. അതുകൊണ്ട് അവരതിനെ നേരിടാൻ തയ്യാറായിട്ടായിരിക്കുന്നത്. രാധാമണിയുടെയും ജാനകി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ. കാരണം എപ്പോഴേത് നിമിഷം വേണേലും തമ്പി അങ്ങോട്ടേക്ക് വരാം. പക്ഷെ തമ്പിക്ക് രാധാമണിയുടെ മുന്നിലേക്ക് അങ്ങനെ വന്നു നിൽക്കാൻ പറ്റില്ല പഴയതുപോലെ. രാധാമണി ഇപ്പൊ പഴയതുപോലെ അല്ല, ശബ്ദിക്കാൻ തുടങ്ങി, ഓർമ്മശക്തിയൊക്കെ തിരികെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് തമ്പിയൊക്കെയുടെ ഏക ആശ്രയം സേനായിരുന്നല്ലോ. സേനും കൂടെ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ തമ്പിക്ക് ഷെയർ ചെയ്യാനും കൂടെ ആരും ഇല്ലെന്നൊരവസ്ഥയായി. കാരണം ഇനിയിപ്പോ തനിക്ക് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ എളുപ്പമൊന്നും സാധിക്കില്ല. സേനും മരണപ്പെട്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് തമ്പി വരുവാണ്. കോടതിയിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ താൻ അകത്താന്നുള്ള കാര്യം ഉറപ്പായി. പിന്നീട് അജയനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു കാരണവശാലും കോടതിയിൽ ഈ കേസ് വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകരുത്, കേസ് തള്ളി പോകണമെന്നൊക്കെ. പക്ഷെ അജയ് അത്ര ഉറപ്പ് കൊടുക്കുന്നില്ല. കാരണം അജയ്ക്കും അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. നിരഞ്ജനം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. എന്താണെങ്കിലും ഇനി നമ്മൾ വരുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്ന കോടതിയിലെ കേസ് വരുന്നു തമ്പി അവിടെ ഇട്ട് പൊരിച്ചെടുക്കുന്നതാണ്. അപർണയുടെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു, രാധാമണി വത്സരെ അതുപോലെ തന്നെ ജാനകിയൊക്കെ ആ വീട്ടിൽ നിന്ന് പായിക്കാന്ന്. അതൊക്കെ അങ്ങോട്ട് വെറുതെ ആയി പോവാണ്. അവസാനം അവൾക്കിട്ട് നല്ല 8ന്റെ പണി കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെയായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.